നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 18 വേഴ്സ് 21 to 35. ക്ഷമിക്കാത്ത ആ ദാസൻ, ആ വ്യക്തിയുടെ ഉപമയാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രാരംഭമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവ് എന്തിന് ഈ ഒരു ഉപമ പറഞ്ഞു, അതായത് ഈ ഉപമയുടെ പശ്ചാത്തലം, അതാണ് ഒന്ന്. പിന്നീട് ഞാൻ പറയാൻ പോകുന്നത് ഉപമയിലെ പശ്ചാത്തലം, ദ കോണ്ടെക്സ്റ്റ് വിത്തിൻ ദ പാരബിൾ. നമുക്ക് 21, 22 വാക്യങ്ങളൊന്ന് വായിക്കാം പ്രാരംഭമായിട്ട്. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പാപം ചെയ്താൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കർത്താവോട് വിവരിക്കുന്നുണ്ട്. ആ പാപം അനുഭവിച്ച ആൾ ആ ചെയ്ത ആളിനോട് നേരിട്ട് സംസാരിക്കാൻ പോകണം, രമ്യതയിലാകാൻ ശ്രമിക്കണം. ആ വ്യക്തി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ 2 or 3 പേരോട് കൂടിയിട്ട് ആ വ്യക്തിയോട് സംസാരിക്കണം. എന്നിട്ടും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സഭ ഒന്നടങ്കം ഈ വിഷയം അവതരിപ്പിക്കണം. എന്നിട്ടും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയെ പുറത്താക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സമൂഹം ഇത്തരം ഒരു കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്നുള്ളത് കർത്താവ് പറഞ്ഞതിന് ശേഷം പത്രോസ് ഒരു ചോദ്യം കർത്താവിൻ്റെ അടുക്കിലേക്ക് വെക്കുന്നുണ്ട്. അതായത് പത്രോസിൻ്റെ അടുക്കൽ ഒരാൾ പാപം ചെയ്താൽ പത്രോസ് അയാളോട് എത്ര തവണ ക്ഷമിക്കണം? 7 തവണ ക്ഷമിക്കണോ? എന്നുവെച്ചാൽ ക്ഷമിക്കണം എന്നുള്ള കാര്യം അറിയാം, അത് എത്ര തവണയാണെന്നുള്ളതാണ് ചോദ്യം. 7 വട്ടം മതിയോ? കാരണം 7 എന്നുള്ള ഒരു സംഖ്യ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണതയുടെ ഒരു സംഖ്യയായിട്ടാണ് അവരെല്ലാവരും കാണുന്നത്. എന്നാൽ യേശു പത്രോസിനോട് പറയുന്നത് പാപം ക്ഷമിക്കുന്നതിൽ യാതൊരു അതിർവരമ്പും ഇല്ല. അതാണ് 70 വട്ടം എന്ന ഒരു ആശയം പറയുന്നതിലൂടെ കർത്താവ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ചോദ്യങ്ങളാണുള്ളത്. വാട്ട് ഈസ് ഫോർഗിവ്നെസ്? എന്താണ് പാപക്ഷമ? 2, എന്തിന് ഒരു വ്യക്തി ക്ഷമിക്കണം? 3, എത്ര വട്ടം ക്ഷമിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അത്രയും വട്ടം ക്ഷമിക്കേണ്ടത്? വൈ ഷുഡ് വി ഫോർഗിവ് മെനി ടൈംസ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാനാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. ഈ ഉപമയിൽ ചില കഥാപാത്രങ്ങളുണ്ട്. ഒരു രാജാവ്, പിന്നെ ദാസന്മാരുണ്ട്. പ്രധാനമായിട്ട് സംസാരിക്കുന്ന 2 പേരാണ് നമ്മളിവിടെ കാണുന്നത്. ദാസന്മാരെന്ന് നമ്മൾ കാണുമ്പോൾ വീട്ടുജോലിക്കാരെന്ന് വിചാരിക്കരുത്. നേരെ മറിച്ച് അതാത് പ്രവിശ്യകളുടെ ഉത്തരവാദിത്വം, പ്രത്യേകിച്ച് സാമ്പത്തിക ഉത്തരവാദിത്വം വഹിക്കുന്ന ഉയർന്ന നിലവാരമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ നമ്മൾ കാണുന്ന ദാസന്മാർ. ഹൈ റാങ്കിങ് ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്, വീട്ടുജോലിക്കാരല്ല. ഓക്കെ, നമുക്ക് 23, 24 വാക്യങ്ങളൊന്ന് വായിക്കാം. സ്വർഗ്ഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിന്റെ സദൃശൻ. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അടുക്കൽ കൊണ്ടുവന്നു. ഓക്കെ, 10,000 താലന്ത് കടമുള്ളൊരു ദാസനാണ് നമ്മളിവിടെ കാണുന്നത്. താലന്ത് എന്നുള്ള വാക്ക് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കഴിവ്, ഹീസ് വെരി ടാലൻറ്റഡ് എന്നുള്ള വാക്കാണ് നമ്മളിന്ന് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ബൈബിളിൽ താലന്ത് ഒരു യൂണിറ്റാണ്. അതായത് ഒരു വ്യക്തി 20 വർഷം കൂലി ചെയ്തിട്ട് വേല ചെയ്തിട്ട് കൂലി കിട്ടുമ്പോൾ ആ കൂലിയാണ് 20 വർഷത്തെ കൂലിയാണ് ഒരു താലന്ത്. എന്ന് വെച്ചാൽ മത്തായി 25-ൽ 1 താലന്ത് കിട്ടിയ ആളുടെ കാര്യം നമുക്കറിയാം. നമ്മൾ വിചാരിക്കും കുറച്ച് പൈസയാണെന്ന്. 20 വർഷം പണി ചെയ്താൽ കിട്ടുന്ന കൂലിയാണ് അത്രയും വലിയ ഒരു സംഖ്യ. അപ്പോൾ അതൊരു ചെറിയ എമൗണ്ട് അല്ല. ഇവിടെ പക്ഷേ അത്രയല്ല എമൗണ്ട്. എത്രയാണ്? 10,000 താലന്ത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി 2 ലക്ഷം വർഷങ്ങൾ ജോലി ചെയ്താൽ കിട്ടാവുന്ന കൂലി എത്രയാണോ അത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ കടം. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി കൂലിവേല ചെയ്താൽ, ഒരു ഇന്ത്യക്കാരൻ, കേരളത്തിലൊരു ഒരാൾ കൂലിവേല ചെയ്താൽ 6,000 കോടി രൂപയുടെ കടമാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. 6,000 കോടി കടം ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റുന്ന വലിയൊരു ബാധ്യതയാണ് ഈ എമൗണ്ട്.
അപ്പോൾ ഈ വ്യക്തിയുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? നമുക്ക് 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ കുടുംബത്തെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഭാര്യയുണ്ട്, മക്കളുമുണ്ട്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 5 മക്കളെങ്കിലും ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കും. കാരണം അന്നത്തെ കാലത്ത് വലിയ കുടുംബങ്ങളൊരു ട്രെൻഡാണ്. ഇന്നത്തെ പോലല്ല. യേശുവിൻ്റെ കുടുംബത്തിൽ തന്നെ യേശുവിന് 4 സഹോദരന്മാരുണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് 2 സഹോദരിമാരുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 5 പിള്ളേരെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ തനിക്കുള്ളതൊക്കെ. അപ്പോൾ ഈ രാജാവ് എന്താണ് കൽപ്പന പുറപ്പെടുവിച്ചത്? തൻ്റെ ഈ ദാസനെയും ഭാര്യയെയും മക്കളെയും തനിക്കുള്ളതിനെല്ലാം വിറ്റിട്ട് പേയ്മെൻറ്റ് വെക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്കൊന്ന് അസ്യൂം ചെയ്യാം, ഈ മനുഷ്യന് 30കളിലാണ് പ്രായം. ഈ മനുഷ്യന് 80 വയസ്സ് വരെ ജീവിച്ചാൽ, എന്നുവെച്ചാൽ മാക്സിമം ഒരു 80 ആണല്ലോ അന്നത്തെ ഒരു ജീവിത ദൈർഘ്യം. അങ്ങനെയാണെങ്കിൽ ഒരു ആയുഷ്കാലം കൊണ്ട് ഈ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കടം 3 താലന്താണ്. 50 വർഷമേ ഇനി ജീവിതമുള്ളൂ. 90 വരെ ജീവിച്ചാൽ 3 താലന്ത് കൊടുക്കാം. ഇത് തന്നെ ഭാര്യയുടെ അവസ്ഥ. അപ്പോൾ മൊത്തം 6 താലന്തായി ഇവർ 2 പേരുടെ കണക്കിൽ. ഇനി മക്കൾ 80 വർഷം വരെ ജീവിച്ചാൽ അവർക്ക് മാക്സിമം എല്ലാവരും കൂടി ചേർത്ത് ഒരു 20 താലന്ത്. അപ്പോൾ 26 താലന്തായി. ഇനി ആ വ്യക്തിക്ക് ഉള്ളതെല്ലാം കൂടെ വിറ്റ് ഒരു 20 താലന്തും കൂടെ അങ്ങ് കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ഏകദേശം 50-60 താലന്ത് മാത്രമേ ഇയാൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. കടമാണെങ്കിൽ 10,000 താലന്തുണ്ട്, കൊടുക്കാൻ പറ്റുന്നത് 50-60. അപ്പോൾ കടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒന്നുമില്ല കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്താ? 26-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ആ ദാസൻ വീണ് അവൻ നമസ്കരിച്ചു. യജമാനൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് സമയം തരണം, ഞാൻ എല്ലാം തന്നു തീർക്കാമെന്ന്. ഈ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാലും ഈ വലിയ കടം തീർക്കാൻ പോകുന്നില്ല. റിയലിസ്റ്റിക്കലി ഒരു കുറേ കാലം കൊടുത്താലും ഇദ്ദേഹത്തിന് കടം തീർക്കാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. ടോട്ടലി ഹെൽപ്ലെസ് ആണ് ഇദ്ദേഹം. ഇങ്ങനൊരു അവസ്ഥയിൽ ഈ രാജാവ് എന്താണ് ചെയ്തത്? 27-ാമത്തെ വാക്യം, അപ്പോൾ ആ ദാസൻ യജമാനൻ മനസ്സറിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും പിഴച്ചു കൊടുത്തു. ഓക്കെ, ഇവനോട് മനസ്സലിഞ്ഞ് ഇദ്ദേഹത്തിന് മേൽ വരേണ്ട ആ ഒരു പണിഷ്മെൻറ്റ്, ആ ശിക്ഷ ക്യാൻസൽ ചെയ്യുന്നു. ഈ കടം ഇളച്ചു കൊടുക്കുന്നു. 6,000 കോടി രൂപ ഇളച്ചു കൊടുക്കുന്നത് മനസ്സലിവ് കൊണ്ടാണ്. ചിന്തിക്കണം, അത്രയും വലിയ ഒരു കടമാണ് ഇവിടെ ഇളച്ചു കൊടുക്കുന്നത്. ഈ കടം ഇല്ല എന്ന് രാജാവ് അഭിനയിക്കുന്നില്ല. ഹി ഡസൻറ്റ് പ്രിറ്റൻഡ് ദാറ്റ് ദിസ് ഡെറ്റ് നെവർ എക്സിസ്റ്റഡ്. ഈ ദാസൻ വരുത്തി വെച്ച നഷ്ടത്തിൻ്റെ കണക്ക് മുഴുവൻ, അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടത്തിൻ്റെ എല്ലാം കോസ്റ്റ് ആരാണ് ഇവിടെ വഹിക്കുന്നത്? ഈ രാജാവാണ് വഹിക്കുന്നത്. ഓക്കെ, അയാളിൽ നിന്നും ഒന്നും ഈടാക്കാതെ ഈ രാജാവ് അതിൻ്റെ എല്ലാം നഷ്ടം വഹിച്ചിട്ട് ഇദ്ദേഹത്തെ വെറുതെ വിടുന്നു. ഇതാണ് ഫോർഗിവ്നെസ്, ഇതാണ് പാപക്ഷമ. ഓക്കെ, ഇനി അടുത്ത സീൻ നമ്മൾ കാണുന്നത് 28-ാമത്തെ വാക്യത്തിലാണ്. എന്താണ് അവിടെ കാണുന്നത്? ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ചു നീക്കി എന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 2-ാമത്തെ കഥാപാത്രത്തെ നമ്മളിവിടെ കാണുന്നുണ്ട്. 2-ാമത്തെ ദാസനെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇദ്ദേഹവും ഈ രാജാവിൻ്റെ ദാസൻ തന്നെയാണ്. ഓക്കെ, ഇദ്ദേഹവും ഈ രാജാവിൻ്റെ ദാസൻ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ കടം, 2-ാമത്തെ ദാസൻ്റെ കടം എത്രയാണ്? 100 വെള്ളിക്കാശ്. എന്ന് വെച്ചാൽ 100 ദിവസം അധ്വാനിച്ചാൽ കിട്ടുന്ന കൂലി, അതാണ് 100 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കൂലി, ഇന്നത്തെ ഒരു ലേബറർ ജോലി ചെയ്താൽ ഒരു 1,000 രൂപ 100 ദിവസത്തേക്ക് പണിയെടുത്താൽ 1,00,000 രൂപയാണ് അത്രയും എമൗണ്ട്. 1,00,000 രൂപ ഒരു വലിയ സംഖ്യ തന്നെയാണ്, നമുക്കെല്ലാവർക്കും ഒരു വലിയ സംഖ്യയാണ്. പക്ഷേ 6,000 കോടി മറുവശത്ത് കിടക്കുമ്പോൾ 1,00,000 രൂപ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ദാസൻ്റെ കടം വെച്ച് നോക്കുമ്പോൾ ഈ 1,00,000 രൂപ ഒന്നുമല്ല. അപ്പോൾ ഈ ആദ്യത്തെ ദാസൻ 2-ാമത്തെ ആളിനോട് എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇവനെ സീസ് ചെയ്തു, പിടിച്ചു. അപ്പോൾ രാജാവ് ഈ ആദ്യത്തെ ദാസനോട് എപ്രകാരം ഇടപെട്ടോ അങ്ങനെയല്ല ഈ 1-ാമത്തെ ആൾ 2-ാമത്തെ ആളോട്
ഇടപെടുന്നത്. സീസ് ചെയ്തു, പിന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കുക. അപ്പോൾ വളരെ ക്രൂരമായിട്ടാണ് ഈ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളോട് പെരുമാറുന്നത്. പിന്നെ ആ പൈസ തിരിച്ച് കിട്ടണമെന്നുള്ളത് ഒരു ഡിമാൻഡ് വെക്കുന്നത്. ഓക്കെ, ഇനി 29-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ 29-ാമത്തെ വാക്യത്തിൽ ഈ രണ്ടാമത്തെ ആൾ പറയുന്ന കാര്യം തന്നെയാണ് 26-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ ആൾ യജമാനോട് പറയുന്നത്. ഡയലോഗ് ഒന്ന് തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ ആള് ആദ്യത്തെ ആളോട് പറയുന്ന ഡയലോഗും ആദ്യത്തെ ആള് രാജാവിനോട് പറയുന്ന ഡയലോഗും ഒന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ രാജാവ് ആദ്യത്തെ ആളോട് കാണിച്ച അതേ റെസ്പോൺസ് തന്നെയാണ് ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളിനോട് കാണിക്കേണ്ടത്, എളിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ എന്താ ചെയ്തേ? 30-ാമത്തെ വാക്യം നോക്കിയേ. തടവിലാക്കി. അവൻ്റെ വിക്കറ്റ് ക്യാരക്ടർ 32-ാമത്തെ വാക്യത്തിൽ ഈ യജമാനൻ, ഈ രാജാവ്, ഈ ഒന്നാമത്തെ ആൾ എന്താ വിളിക്കുന്നത്? ദുഷ്ടദാസൻ. ഇവൻ്റെ ദുഷ്ട സ്വഭാവം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവൻ തിരസ്കരിച്ചിട്ട് ഈ രണ്ടാമത്തെ ദാസനെ കാരാഗ്രഹത്തിലിട്ടു. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ കാരാഗ്രഹം ആരുടെ പരിധിയിൽപ്പെട്ട കാര്യമാണ്? രാജാവിൻ്റെ പരിധിയിൽപ്പെട്ട കാര്യമാണ്. ആ രാജാവിൻ്റെ പരിധിയിൽപ്പെട്ട കാര്യത്തിൽ കൈ കടത്തി ഇദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നു. ഇദ്ദേഹം എളിച്ചു കൊടുക്കുന്നില്ല. ഹി ഡിഡ്ന്റ് ഫോർഗിവ്. ഇത് കണ്ടപ്പോൾ മറ്റു ദാസന്മാർക്ക് എന്ത് റിയാക്ഷനാണ് ഉണ്ടായത്? 31-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ഇത് സംഭവിച്ചത് അവരുടെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെ യജമാനനെ ബോധിപ്പിച്ചു. യെസ്, ഈ ഒന്നാമത്തെ ദാസൻ രണ്ടാമത്തെ ദാസനോട് കരുണ കാണിക്കേണ്ടതായിരുന്നു. രാജാവ് ഒന്നാമത്തെ ദാസനോട് കരുണ കാണിച്ചതുപോലെ. അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്തത്? ഈ രാജാവ് ഒന്നാമത്തെ ദാസനോട് എന്താ ചെയ്തത്? 34-ാമത്തെ വാക്യത്തിൽ നോക്കി. അവൻ അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലിരിച്ചു. ഓക്കെ, ഒന്നാമൻ രണ്ടാമനോട് എന്തൊക്കെ ചെയ്തോ അത് തന്നെ രാജാവ് ഒന്നാമനോട് ചെയ്തു. ഇതാണ് കഥ. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 3 ചോദ്യങ്ങളിലേക്ക് മടങ്ങി വരാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഫോർഗിവ്നെസ്? എന്താണ് പാപക്ഷമ എന്നുള്ളത്? വേറൊരാൾ എനിക്കൊരു നഷ്ടം വരുത്തി വെക്കുമ്പോൾ 2 രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ടാവും. ഒന്ന്, പകരത്തിന് പകരമായിട്ട് ചെയ്യാം. അവൻ എനിക്ക് ഉണ്ടാക്കി വെച്ച നഷ്ടം ഞാൻ അവനും ഉണ്ടാക്കി വെക്കുന്നു. അതിനെയാണ് നമ്മൾ പ്രതികാരം എന്ന് വിളിക്കുന്നത്, റിവെഞ്ച്. അടുത്ത ഓപ്ഷനാണ് ക്ഷമിക്കുക എന്നുള്ളത്. ഈ ഓപ്ഷനിൽ എന്താണ് കാണുന്നത്? എനിക്ക് നഷ്ടം വരുത്തി വെച്ച ആളിൽ നിന്നും ഒന്നും ഈടാക്കാതെ ആ ക്രിയയുടെ എല്ലാ വേദനയും നഷ്ടവും ഞാൻ തന്നെ സഹിച്ച് അവനെ വെറുതെ വിടുക. അതാണ് ക്ഷമിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഈ കഥയിൽ 10,000 താലന്തിൻ്റെ നഷ്ടം രാജാവ് ഏറ്റെടുത്തിട്ട് മനസ്സലിവ് കാരണം ഈ ഒന്നാമത്തെ ദാസൻ്റെ കടത്തെ ഇളച്ചു കൊടുക്കുന്ന ആ ക്രിയ തന്നെയാണ് ഇവിടെ പാപക്ഷമയുടെ നിർവചനം. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കാണുന്നത് ക്രൂശിലാണ്. ഓക്കെ, നമ്മളോട് പകരത്തിന് പകരം ചെയ്യേണ്ടതിന് പകരം ദൈവം എന്താണ് ചെയ്തത്? ആ നമ്മൾക്കുണ്ടായിരുന്ന പാപക്കടം നമ്മളിൽ നിന്നും ദൈവം ഈടാക്കിയിട്ടില്ല. നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്താലും നമുക്ക് അങ്ങോട്ട് കൊടുക്കാനും സാധിക്കത്തില്ല. അത് വേറൊരു കാര്യം. നമ്മളിൽ നിന്നും ഈടാക്കിയില്ല. ഒരു നിത്യത മുഴുവൻ നമുക്കുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് കൂട്ടുന്നതിനൊന്നും നമുക്ക് തിരികെ കൊടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ദൈവം ആ ശിക്ഷ അല്ലെങ്കിൽ ആ പാപക്കടം നമ്മളിൽ നിന്നും ഈടാക്കാതെ അത് ദൈവം തന്നെ അതിനുള്ള രക്ഷാമാർഗം ഒരുക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ ആ ഒരു ഭാരം ഏറ്റെടുത്തത് കൊണ്ട് നമ്മൾ മോചിതരാണ്. വി ആർ സെറ്റ് ഫ്രീ. ഇതാണ് പാപക്ഷമ. അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം ക്രൂശിലാണ് നമ്മളിത് കാണുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈ ഷുഡ് വൺ ഫോർഗിവ്? എന്തിനാണ് നമ്മളെല്ലാവരും ക്ഷമിക്കാൻ ബാധ്യസ്ഥരായി തീരുന്നത്? 35-ാമത്തെ വാക്യം. ഈ ഒരു കഥ കർത്താവ് അവസാനിപ്പിക്കുമ്പോൾ ഈ കഥയിലൂടെ കർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്ന ലെസൺ, പാഠമാണ് 35-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, ദൈവരാജ്യത്തിൽ പൗരന്മാരായിട്ടും മക്കളായിട്ടും ദൈവം നമ്മളെ സ്വീകരിക്കുമ്പോൾ നമുക്ക് പൗരത്വവും
പുത്രത്വം ദൈവം നൽകുന്നത് ദൈവം നമുക്ക് തരുന്ന പാപക്ഷമയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ചുമ്മാ ദൈവം തരുന്നതല്ല ഇതൊന്നും. നമുക്ക് ചുമ്മാ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ സാധിക്കത്തില്ല, പൗരന്മാരാകാൻ സാധിക്കത്തില്ല. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ മാനദണ്ഡമാണ് മറുതലിക്കുന്ന പാപികളുടെ മേലുള്ള ദൈവത്തിൻ്റെ പാപക്ഷമ. ഓക്കെ, അപ്പോൾ ദൈവം ഇങ്ങനൊരു ബന്ധം നമുക്ക് തരുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക് യഥാസ്ഥാനപ്പെടാൻ വേണ്ടിയിട്ടാണ്. പാപം ചെയ്തപ്പോൾ ആ സ്വരൂപം നമുക്ക് നഷ്ടമായി. ആ മിറർ, നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാരണത്താൽ അതിനൊരു വിള്ളൽ സംഭവിച്ചാൽ നമ്മളുടെ യഥാർത്ഥ റിഫ്ലക്ഷൻ അതിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അത് നമ്മളുടെ റിഫ്ലക്ഷൻ കാണാൻ സാധിക്കണമെങ്കിൽ അവിടെ ഒരു പുതിയ മിറർ ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ അതിനെ ശരിയാക്കണം. ആ കാര്യമാണ് രക്ഷയിലൂടെ നമുക്ക് ദൈവം സാധ്യമാക്കി തരുന്നത്. ഈ ബന്ധം നമ്മൾക്ക് തിരികെ തരുന്നത് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവം എന്തിനു വേണ്ടിയിട്ട് നമ്മളെ സൃഷ്ടിച്ചോ അതിലേക്ക് ദൈവം നമ്മളെ മടക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പാപക്ഷമയുടെ അംശികളായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ അനുകരിക്കുന്നവരായിട്ടാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. വി നീഡ് ടു ഇമിറ്റേറ്റ് ഗോഡ്സ് ക്യാരക്ടർ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ അനുകരിക്കുന്ന ഒരു മേഖല നമ്മളോട് പാപം ചെയ്ത് നമുക്ക് നഷ്ടമുണ്ടാക്കിയവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്ന വഴികളിലൂടെയാണ്. എന്ന് വെച്ചാൽ നമ്മളോട് പാപം ചെയ്തയാൾ നമ്മളോട് മാനസാന്തരപ്പെട്ട് നിരപ്പ് പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം കാണിച്ചു കൊടുക്കും. Christians forgive because they know the pain of sin they have done to God. ക്രിസ്ത്യാനികൾ, യഥാർത്ഥ ക്രിസ്ത്യാനികൾ പാപം ക്ഷമിക്കുന്നവരായിരിക്കും. കാരണം അവർ ദൈവത്തോട് പാപം ചെയ്തതിൻ്റെ വേദന അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്. നേരെ മറിച്ച് ക്ഷമിക്കാൻ മനസ്സില്ലാത്ത ആൾക്കാർ, അവർക്ക് ദൈവത്തിൻ്റെ പാപക്ഷമയുടെ വ്യാപ്തി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ ഹൃദയങ്ങൾ മാറിയിട്ടില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഒത്തവണ്ണം ഇവരുടെ ഹൃദയങ്ങൾ മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ അവർ രക്ഷിക്കപ്പെട്ടതല്ല എന്നുള്ളതാണ് ഇവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. ഇവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവരുടെ രക്ഷ നടന്നിട്ടില്ല, ഇവരൊരു പുതിയ സൃഷ്ടി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കാത്തത്. ടു ബി എ ക്രിസ്ത്യൻ മീൻസ് ടു ഫോർഗിവ് ദി അൺഫോർഗിവബിൾ ബിക്കോസ് ഗോഡ് ഫോർഗേവ് ദി അൺഫോർഗിവബിൾ ടുവേർഡ്സ് യു. ക്രിസ്ത്യാനിയാകുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. അതാണ് ക്രിസ്ത്യാനിയാക്കുന്ന ഒരു കാര്യം. കാരണം എന്താ? നമ്മളിൽ ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചു. അതുകൊണ്ടാണ് ഇത് നമ്മളുടെ മേലൊരു ഉത്തരവാദിത്വമായി മാറുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, വൈ ഷുഡ് വി ഫോർഗിവ് മെനി ടൈംസ്? എന്തുകൊണ്ട് നമ്മൾ അനേകം തവണ ക്ഷമിക്കണം? ഒരു തവണ മാത്രമല്ല, പല തവണ ക്ഷമിക്കണം. എന്തുകൊണ്ടാണ്? നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. വേറൊരു വ്യക്തി എന്നോട് ചെയ്ത പാപങ്ങളുടെ എണ്ണവും ഞാൻ ദൈവത്തോട് ചെയ്ത പാപങ്ങളുടെ എണ്ണവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം എത്ര പാപങ്ങൾ ചെയ്യും? ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. അപ്പോൾ മിനിമം 3 പാപങ്ങളാണ് ഒരു വ്യക്തി ആവറേജ് മിനിമം ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം കുറഞ്ഞത് 1100 പാപങ്ങളാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. അപ്പോൾ എനിക്കെപ്പോൾ വയസ്സ് 37 ആവുന്നു. അപ്പോൾ 10ാം വയസ്സ് മുതൽ ഞാൻ ബോധപൂർവം പാപം ചെയ്യാൻ ചെയ്തിരിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ ഒരു വർഷം ഈ കണക്ക് വെച്ച് 29,700 പാപങ്ങൾ മിനിമം ഞാൻ ഈ കാലയളവിൽ ചെയ്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള കണക്ക് അതിലും ഒത്തിരി വലുതാണ്, പക്ഷെ നമുക്ക് ഈ ഒരു കണക്കിൽ നിർത്താം. ഇതാണ് എനിക്ക് ദൈവത്തോടുള്ള കടം. മറ്റൊരാൾക്ക് എന്നോട് ചെയ്ത പാപത്തിൻ്റെ എണ്ണം 10ൽ താഴെയായിരിക്കും, അല്ലെങ്കിൽ 20ൽ താഴെയായിരിക്കും, അതിൽ കൂടുതലില്ലല്ലോ. അതാ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വലിയ കടമുണ്ട്, എൻ്റെ അടുത്തേക്കുള്ള കടം വളരെ കുറവാണ്. ഈ കഥയിലെ 6000 കോടിയുടെ കടവും 1 ലക്ഷം രൂപയുടെ കടവും പോലെ. അപ്പോൾ നമുക്ക്
ഒരിക്കൽ എന്നേക്കുമായിട്ട് നമ്മളുടെ പാപക്കടം ഇളവ് ചെയ്തിട്ട് ദിവസം തോറും നമുക്ക് പാപക്ഷമ ലഭിക്കുന്നത് കൊണ്ട്, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പാപക്ഷമ ലഭിച്ചവരാ. ഒന്ന് ഒരിക്കൽ എന്നേക്കുമായിട്ട്, പിന്നെ ഡെയിലി ബേസിസിൽ നമുക്ക് പാപക്ഷമ ലഭിക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ചെയ്യുന്നവരുണ്ട്, വേണ്ടിയിട്ടല്ല, പക്ഷേ ചെയ്തു പോകുന്നു. ഓക്കെ, പ്ലാൻ ചെയ്യുന്നില്ല, പക്ഷേ സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ഒരിക്കൽ എന്നേക്കുമായിട്ടുള്ളൊരു പാപക്ഷമ ലഭിച്ചു. അതോടൊപ്പം തന്നെ ദിവസം തോറും നമുക്ക് ദൈവത്തിൻ്റെ പാപക്ഷമ ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാൻ യാതൊരു ലിമിറ്റും ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ അകൃത്യങ്ങളെ ദൈവം കണക്കിൽ എടുത്താൽ ആരും നിലനിൽക്കും? ആരും നിൽക്കില്ല. അങ്ങനെയെങ്കിൽ, അപ്പോൾ ദൈവം അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമുക്കത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, ഇനി അന്യോന്യം ക്ഷമിക്കേണ്ട കാര്യത്തിൽ അവസാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 5 കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട്, ഫോർഗിവ്നെസ് എന്നുള്ള കാര്യം അത്ര എളുപ്പം നടക്കുന്നൊരു കാര്യമല്ല. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം ചെയ്യാൻ ആഗ്രഹമുള്ള ചിന്തയാണ് പ്രതികാരം. ആരെ എടുത്തു നോക്കിയാലും ആദ്യം വരുന്നത് പ്രതികാരമാണ്. സിനിമാ മേഖലയുടെ കഥകൾ പോലും പ്രതികാര കഥകളാണ് പലതും. ഏതെങ്കിലും ഒരു കഥയിൽ ആരെങ്കിലും ക്ഷമിച്ചായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒന്നുണ്ട്, ഗ്രഹാം സ്റ്റീൻസിൻ്റെ കഥയിലുണ്ട്. അത് ഒരു സിനിമയായിട്ട് വന്നപ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ വില്ലന്മാരോട് ക്ഷമിക്കുന്ന നായകൻ അല്ലെങ്കിൽ നായിക. പക്ഷെ ബാക്കി എല്ലായിടത്തും മറിച്ച പ്രതികാരമാണ് എല്ലാവരുടെ മനസ്സിൽ ഉള്ള സ്ഥായിയായിട്ടുള്ള റിയാക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഫോർഗിവ്നെസ് ഒരു എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. നമ്മളുടെ ഹൃദയമേ മാറിയിട്ടുള്ളൂ. ഈ ലോകം അത് തന്നെയാണ്, ശരീരം അത് തന്നെയാണ്. നമ്മളുടെ ആത്മാവിൻ്റെ രക്ഷയെ നടന്നിട്ടുള്ളൂ. നമ്മളുടെ ദേഹത്തിൻ്റെ രക്ഷ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ ചിന്തകളോട് പോരാടുന്ന പഴയ ശരീരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പ്രതികാരം എന്നുള്ള കാര്യം നമ്മളുടെ പഴയ ശരീരം ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ പോരാടാനാണ് നമ്മളുടെ പുതിയ ഹൃദയം നമ്മളോട് പറയുന്നത്. ആ പോരാട്ടം ഉള്ളത് കൊണ്ട് ഫോർഗിവ്നെസ് അല്ലെങ്കിൽ പാപക്ഷമ എന്നുള്ളത് എളുപ്പം നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കറിയാം പാപക്ഷമ കൊടുക്കണമെന്നുള്ളത്. അതിന് നമുക്ക് സ്ഥായിയായിട്ടുള്ള ബലമില്ല ചെയ്യാൻ. അവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണ്ടി വരുന്നത്. പാപക്ഷമ കൊടുക്കാനുള്ളൊരു മനസ്സ് കിട്ടുവാൻ വേണ്ടിയിട്ടും പ്രതികാരം യഹോവയ്ക്കുള്ളതാണെന്ന് എല്ലായ്പ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ എല്ലായ്പ്പോഴും ഉണ്ടാവണം. അപ്പോൾ നമ്മളുടെ അടുത്ത് പല തെറ്റുകളും സംഭവിക്കാം. പക്ഷേ എല്ലായ്പ്പോഴും പ്രതികാരത്തിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ആത്മാവിൻ്റെ ക്രിയകളിൽ നാം മുറുകെ പിടിക്കണം. വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നടക്കുമ്പോൾ ജഡത്തിൻ്റെ മോഹങ്ങൾ നാം നിവർത്തിക്കില്ല. സൊല്യൂഷൻ ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഫോർഗിവ്നെസ് ഇസ് ഫ്രീ ബട്ട് ഇറ്റ് ഇസ് നോട്ട് ചീപ്പ്. പാപക്ഷമ എന്നുള്ള കാര്യം അത് സൗജന്യമാണ്, പക്ഷെ അത് വില കുറഞ്ഞൊരു കാര്യമല്ല. ഞാനൊരാളോട് പാപം ക്ഷമിക്കുമ്പോൾ അത് ആ ക്രിയയിൽ മറ്റേ ആളിൽ നിന്ന് ഒന്നും ഈടാക്കുന്നില്ല. പക്ഷെ അത് എനിക്ക് എളുപ്പം സംഭവിക്കുന്നൊരു കാര്യമല്ല. എനിക്ക് ഒരുപാട് വേദനയും കഷ്ടപ്പാടും മുറിവും എല്ലാം ഉണ്ടായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ആ കോസ്റ്റ് വഹിക്കുന്നത് ഞാനാണ്. ഓക്കെ, ദി ഒഫൻഡഡ് പേയ്സ് ദ കോസ്റ്റ് ഓഫ് വാട്ട് യു ഹാവ് ഒക്കേർഡ് ഓർ ഇൻകേർഡ്. സോറി നിങ്ങൾ ചെയ്ത ഒരു തെറ്റിൻ്റെ കോസ്റ്റ് മുഴുവൻ വഹിക്കുന്നത് ആരാണ്? തെറ്റിൻ്റെ ഇരയായത് ആ വ്യക്തിയാണ്. സോ ഡോണ്ട് അസ്യൂം ദാറ്റ് സിൻസ് അതേഴ്സ് ഷുഡ് ഫോർഗിവ് മീ, ഇറ്റ് ഇസ് ഓക്കെ ഫോർ മീ ടു ആക്ട് ഹേർട്ട്ഫുള്ളി അഗൈൻസ്റ്റ് ദം. മറ്റുള്ളവർ എന്നോട് ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ പിന്നെ എനിക്ക് പാപത്തിൽ തുടരാമല്ലോ, അവരെ ആവുന്നതുപോലെ ദ്രോഹിക്കാമല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. ആ വ്യക്തിയുടെ മനസ്സും കൂടെ മനസ്സിലാക്കണം. അവർ ജഡത്തിനോട് പോരാടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരെ പിന്നെയും നോവിക്കരുത്. അവരെ നോവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല.
പിന്നെ മൂന്നാമതായിട്ട്, ഫോർഗിവ്നെസ് ഇസ് അവൈലബിൾ ഓൺലി ടു ദോസ് ഹു അപ്പോളജൈസ്. ക്ഷമ ചോദിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ക്ഷമ ലഭിക്കുവാനുള്ള അർഹത. നമ്മൾ ചിന്തിക്കുക, അങ്ങ് ക്ഷമിച്ചുകൂടായോ എന്ന്. ക്ഷമിക്കാൻ വ്യക്തികൾ തയ്യാറാവണം. പക്ഷേ ആ ഒരു മാപ്പ് അവരിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? അവർ മാപ്പ് ചോദിക്കുമ്പോഴാണ്. കർത്താവിൻ്റെ പാപക്ഷമ എല്ലാവർക്കും അവൈലബിളാണ്. പക്ഷെ അത് ലഭിക്കുന്നത് ആർക്കാ? മാനസാന്തരപ്പെട്ട് നിരപ്പ് പ്രാപിക്കുന്നവർക്കാണ് ആ മാപ്പ് കിട്ടുന്നത്. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറയുന്നവർക്കാണ് പാപക്ഷമ ലഭിക്കുന്നത്. എനിക്ക് തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പാപക്ഷമ ലഭിക്കുന്നത് എന്നുള്ള സാരം. അതുപോലെ തന്നെ those who apologize are the ones who receive forgiveness that the offender is ready to give. പാപക്ഷമ ചോദിക്കുന്നവർക്ക് മാത്രമാണ് പാപക്ഷമ ലഭിക്കുന്നത് ഇരകളിൽ നിന്ന്. കാരണം ഈ ചോദിക്കുന്ന ആൾക്കാർ ചുമ്മാ ചോദിക്കുന്നതല്ല. സോറി പറയുന്നത് എളുപ്പത്തിലുള്ള കാര്യമല്ല. സോറി പറയിക്കാൻ എളുപ്പമാണ്. സോറി പറയിക്കാൻ എളുപ്പമാണ്. പക്ഷേ സോറി പറയണമെങ്കിൽ നമ്മളുടെ ഈഗോ ഇല്ലാതാവണം. എല്ലാവരുടെ മുമ്പിൽ തെറ്റ് ഒരാൾ ഏറ്റു പറയണമെങ്കിൽ ആ വ്യക്തി അവൻ്റെ ഈഗോ മാറ്റി വെച്ചാലേ അത് നടക്കത്തുള്ളൂ. അതാണ് പലർക്കും പറ്റാത്തത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ ലംഘിച്ചെന്ന് അറിയുമ്പോഴും സഹോദരന്മാർക്ക് ഇടർച്ച വരുത്തിയെന്ന് അറിയുമ്പോഴാണ് ഈ ഈഗോ മാറ്റി വെച്ച് പാപക്ഷമ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ളവർ അവർ താഴ്മയുള്ളവരാണ്. തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ താഴ്മയുള്ളവരാണ്. അവരുടെ തെറ്റിനെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ ചോദിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത്. Those who claim to walk with God ought to walk in God's Spirit, who teaches us of sin, righteousness and judgment. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ എപ്രകാരം നടക്കണം? ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കണം. ആത്മാവ് അവരെ പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ബോധം വരുത്തുമ്പോൾ ആ ക്രിയയോട് സഹകരിക്കണം. ദൈവത്തോട് കൂടെ നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ തെറ്റിനോട് ക്ഷമിക്കണമെന്നുള്ള കാര്യം നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം തന്നെ ഉള്ള മറ്റൊരു ഉത്തരവാദിത്വമാണ് ക്ഷമ ചോദിക്കണം എന്നുള്ള ഉത്തരവാദിത്വം. പലപ്പോഴും അത് പറയാറില്ല. അവർ പറഞ്ഞില്ലെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. ശരിയാ, ക്ഷമിക്കാനുള്ള മൈൻഡ് നമുക്കുണ്ടാവണം. പക്ഷേ ആ ക്ഷമിക്കാനുള്ള മൈൻഡ് നമുക്കുണ്ടാവണമെന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ലൈസൻസ് ആയിട്ട് എടുക്കാനുള്ള കാര്യമല്ല. സോ when we are told that we are wrong, be a man and apologize. നമ്മൾ തെറ്റാണെന്ന് നമ്മളോട് ആരെങ്കിലും പറയുവാണെങ്കിൽ ശരിയാണ്, എനിക്ക് വീഴ്ച പറ്റി എന്ന് സമ്മതിച്ച് മാപ്പ് അപേക്ഷിക്കണം. നാലാമതായിട്ട്, once you forgive a sin for which one has apologized, don't bring this particular sin up at a later stage. ഒരു വ്യക്തി നമ്മളോട് പാപം ചെയ്തു. ആ വ്യക്തി പിന്നീട് മാപ്പ് പറഞ്ഞു. നമ്മളത് ക്ഷമിച്ചു വിട്ടു. ക്ഷമിച്ച് വിട്ട പാപങ്ങൾ പിന്നീട് വേറൊരു ഘട്ടത്തിൽ കുത്തിപ്പൊക്കരുത്. പലപ്പോഴും പല കുടുംബങ്ങളിലും സഭകളിലും സംഭവിക്കുന്നൊരു കാര്യമാണ്. സോർട്ട് ഔട്ട് ചെയ്ത ഇഷ്യൂസ് പിന്നീട് കുത്തിപ്പൊക്കാതിരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ പല കുടുംബങ്ങളിലും പിന്നെയും വാദിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചേക്കാൻ ഈ പഴയ കാര്യങ്ങൾ പിന്നെയും എടുത്തിടും. അത് ചെയ്യരുത്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമതായിട്ട്, when a fellow believer sins against you, don't act as though you are the most sinned against person in the whole world. ഒരു കൂട്ടുവിശ്വാസി നിങ്ങളോട് പാപം ചെയ്താൽ ഈ ലോകത്തെ ഏറ്റവും വേദന ലഭിച്ച ആളെന്ന രീതിയിൽ നിങ്ങൾ അഭിനയിക്കരുത്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വേദന എനിക്കാണ് ഉണ്ടായതെന്നുള്ള ധാരണയിൽ നിങ്ങൾ ജീവിക്കരുത്. വേദനയുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ദൈവത്തിനുണ്ടായ വേദനയുടെ അത്ര അളവ് നിങ്ങൾക്കില്ല. അതെപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. മരിച്ചാൽ ഞാൻ അവന് മാപ്പ് കൊടുക്കത്തില്ലെന്ന് പറയുന്ന ചിലരുണ്ട്. എൻ്റെ മൂക്കിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം അവർക്ക് ഞാൻ മാപ്പ് കൊടുക്കത്തില്ല.
എന്ന് ഉള്ളൊരു അവകാശവാദം പറയുന്ന പലരെയും എനിക്കറിയാം. അവൻ എന്നോട് മാപ്പ് പറഞ്ഞാലും ഞാൻ കൊടുക്കത്തില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. മാപ്പ് കൊടുക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവണം. അത് എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ക്ലിങ് ടു ദ സ്പിരിറ്റ്, ആത്മാവിനോട് കൂടെ ചേർന്ന് നിന്ന് ആ ഒരു കാര്യം ആർജിച്ചെടുക്കണം. അവൻ ചോദിച്ചില്ലെങ്കിലും മാപ്പ് കൊടുക്കാനുള്ള ഒരു മൈൻഡ് അവിടെ ഉണ്ടാവണം. ചോദിച്ചില്ലെങ്കിൽ അവർക്കാ നഷ്ടം. കാരണം പിന്നെ അവരും ദൈവം തമ്മിലുള്ള ഇടപാടാണ്. പക്ഷേ ചോദിച്ചിട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ക്ലിയറാണ്. ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവനും പ്രശ്നമാണ്, നമുക്കും പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു പാസേജിൽ നിന്നും നമുക്ക് ചിന്തിക്കേണ്ടത്. ഇതിനോട് ചേർന്ന് എഫെസ്യ ലേഖനം 4:32 വാക്യം കൂടെ ഇതിനോട് ചേർന്ന് ഉള്ളൊരു വിഷയം എന്ന രീതിയിൽ നമുക്ക് അതും കൂടെ വായിച്ചിട്ട് നമുക്ക് നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുക. യെസ്, കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാണ് പൗലോസ് ഈ ഭാഗത്ത് പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ സുവിശേഷം എന്നുള്ള സത്യം എല്ലായ്പ്പോഴും നമ്മളെല്ലാവരും ഓർക്കണം. ഈഗോ മാറ്റി വെച്ച് കർത്താവിൻ്റെ ക്രിൂശിൽ നടന്ന ക്രിയ എല്ലായ്പ്പോഴും നമ്മളുടെ മനസ്സിൽ എല്ലായിടത്തും ഉണ്ടായാൽ തെറ്റ് ചെയ്ത ആൾക്ക് പാപം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുവാനും തെറ്റാർക്ക് സംഭവിച്ചോ അവർ മാപ്പ് കൊടുക്കുവാനും കാരണമായി തീരും. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.